കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വെല്ലുവിളിച്ച് ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിലെ ചേരി തകർത്തതുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും അമിത്ഷാ പിൻവലിക്കുകയും കുടിയൊഴിപ്പിക്കപ്പെട്ട എല്ലാവരെയും പുനരധിവസിപ്പിക്കുകയും ചെയ്താൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ലെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. ചേരിയിലെ ജനങ്ങൾക്കെതിരെ നിങ്ങൾ നൽകിയ എല്ലാ കേസുകളും പിൻവലിക്കുക. അവർ കുടിയൊഴിപ്പിക്കപ്പെട്ട അതേ ഭൂമിയിൽ എല്ലാവർക്കും വീട് നൽകും എന്ന് കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുക. ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അല്ലാത്ത പക്ഷം കെജ്രിവാൾ എവിടെയെങ്കിലും ഓടിപ്പോകുമെന്ന് കരുതേണ്ട എന്നാണ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഡൽഹിയിലെ ചേരികൾ തകർക്കാനാണ് BJP ലക്ഷ്യമിടുന്നതെന്നും കെജ്രിവാൾ ആരോപിക്കുന്നുണ്ട്. അവർക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെ വോട്ടും തിരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളുടെ ഭൂമിയുമാണ്. BJPയുടെ ജഹാൻ ജുഗ്ഗി വഹൻ മഖാൻ പദ്ധതിയെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 5 വർഷത്തിനിടെ ചേരി നിവാസികൾക്കായി 4700 ഫ്ളാറ്റുകൾ മാത്രമാണ് നിർമ്മിച്ചതെന്ന് കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി. ഇത് കാരണം നഗരത്തിലെ 4 ലക്ഷം ചേരി കുടുംബാംഗങ്ങൾ അനാഥമായി എന്നും ഈ വേഗതയിൽ എല്ലാവർക്കും വീട് നൽകാൻ 1000 വർഷമെടുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഡിസംബർ 27-ന് ചേരി പ്രദേശങ്ങളുടെ ഭൂവിനിയോഗം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ മാറ്റിയെന്നും തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ അവ പൊളിക്കുന്നതിന് വഴിയൊരുക്കിയതായും അദ്ദേഹം ആരോപിച്ചു. സെപ്റ്റംബർ 30-ന് ചേരികൾ കൈവശപ്പെടുത്തിയ ഭൂമി റെയിൽവേ ടെൻഡർ ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. അതേസമയം കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ഹർദീപ് സിംഗ് പുരി കെജ്രിവാളിന്റെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന തുടങ്ങിയ കേന്ദ്ര സർക്കാർ പദ്ധതികളും മറ്റ് ചേരി പുനരധിവാസ പദ്ധതികളും ഡൽഹിയിലെ AAP സർക്കാർ ബോധപൂർവം വൈകിപ്പിച്ചതായി അദ്ദേഹം തിരിച്ചടിച്ചു. അനധികൃത കോളനികൾ നിയന്ത്രിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കടമയാണ് എന്നും എന്നാൽ AAP സർക്കാർ സഹകരിച്ചില്ല എന്നും പുരി ആരോപിച്ചു. AAPയുടെ സ്വന്തം ഭരണ പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കെജ്രിവാൾ തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങളുമായി വരുന്നത്. ചേരി പുനരധിവാസ പദ്ധതികൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 2017-ൽ താൻ ഡൽഹി സർക്കാരിന് ഒരു കത്തയച്ചിരുന്നു. എന്നാൽ ആദ്യം സർവേ നടത്തണമെന്ന് അവർ നിർബന്ധിച്ചു. ചേരി നിവാസികൾക്കുള്ള ഭവന പദ്ധതികളെ പിന്തുണയ്ക്കാതെയാണ് AAP നേതാക്കൾ ഭൂമി ഏറ്റെടുക്കുന്നതിൽ താല്പര്യം കാണിച്ചതെന്നും പുരി ആരോപിക്കുന്നുണ്ട്. ഡൽഹിയിൽ തുടർച്ചയായി 3-ാം തവണയും അധികാരം ഉറപ്പിക്കാനാണ് AAP ലക്ഷ്യമിടുന്നത്. 2020-ൽ 70-ൽ 62 സീറ്റുകളും നേടിയ പാർട്ടി ചേരി നിവാസികൾ ഉൾപ്പെടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്കിടയിൽ തങ്ങളുടെ വോട്ടർ അടിത്തറ ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടത്തിനാണ് വേദിയൊരുങ്ങിയിരിക്കുന്നത്. എന്ത് വില കൊടുത്തും രാജ്യതലസ്ഥാനം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് BJP. നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് കിണഞ്ഞു ശ്രമിക്കുമ്പോൾ ഇക്കുറിയും ഭരണം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി. ഇതിനിടയിൽ ആം ആദ്മിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് സഖ്യകക്ഷിയായ ശിവസേനയും എത്തി. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ആം ആദ്മിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ശിവസേന വിഭാഗത്തിന്റെയും നീക്കം. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി തങ്ങളെ പിന്തുണച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഡൽഹി തിരഞ്ഞെടുപ്പിൽ അവർക്കെല്ലാം കൈകോർക്കാനാണ് തീരുമാനമെന്നും ശിവസേന MP അനിൽ ദേശായി പ്രതികരിച്ചിരുന്നു.